ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് കുതിപ്പിൻ്റെ വർഷമായിരുന്നു 2024. ഫണ്ടിങ് കുറഞ്ഞെങ്കിലും നിരവധി സ്റ്റാർട്ടപ്പുകൾ യൂണിക്കോൺ പദവി നേടിയ വർഷം കൂടിയാണ് കടന്നുപോകുന്നത്. ആഗോള സാമ്പത്തിക വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പുകൾ ശ്രദ്ധേയമായ പ്രതിരോധശേഷി പ്രദർശിപ്പിച്ചു. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ 2024 മൊത്തം $30.4 ബില്യൺ ഫണ്ടിംഗ് സമാഹരിച്ചു. ഇത് 2023 നേടിയ $32.5 ബില്യൺ നിന്ന് 6.5% ഇടിവാണ്. ഈ ഇടിവുണ്ടായിട്ടും ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം പ്രതിരോധശേഷി പ്രകടമാക്കി. ഈ വർഷം നിരവധി കമ്പനികൾ യൂണിക്കോൺ പദവി കൈവരിച്ചു. യൂണിക്കോൺ ക്ലബിലെ ശ്രദ്ധേയമായ പുതുമുഖങ്ങളിൽ റാപ്പിഡോ, പെർഫിയോസ്, പോർട്ടർ, മണിവ്യൂ എന്നിവ ഉൾപ്പെടുന്നു. മൊത്തത്തിലുള്ള ഫണ്ടിംഗ് പ്രവണത നിക്ഷേപകരിൽ നിന്നുള്ള ശുഭാപ്തി വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു. ദീർഘകാല സാധ്യതകളുള്ള നൂതന ആശയങ്ങളെ പിന്താങ്ങാൻ നിക്ഷേപകർ ശ്രദ്ധിച്ചു എന്നതാണ് പ്രത്യേകത. ശക്തമായ അടിത്തറയുള്ള ബിസിനസ്സുകൾക്ക് ഈ വർഷം മികച്ച പിന്തുണ ലഭിച്ചതായി പ്ലേബുക്ക് പാർട്ട്നേഴ്സിന്റെ മാനേജിംഗ് പാർട്ണർ ദുഷ്യന്ത് സിംഗ് അഭിപ്രായപ്പെട്ടു. വളർച്ചയ്ക്ക് കൂടുതൽ അനുകൂലമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനായി സ്റ്റാർട്ടപ്പുകളുടെ നിക്ഷേപങ്ങൾക്ക് ഏഞ്ചൽ ടാക്സ് നിർത്തലാക്കുന്നതായി ജൂലൈയിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജനുവരി മുതൽ UPI ഇടപാടിൽ മാറ്റങ്ങൾ വരും. പുതിയ നിയമങ്ങൾ അവതരിപ്പിച്ച് RBI. ജനുവരി 1 മുതൽ UPI പേയ്മെന്റുകളിൽ മാറ്റങ്ങൾ. ഫീച്ചർ ഫോൺ വഴിയുള്ള ഇൻസ്റ്റന്റ് പേയ്മെന്റ് സംവിധാനമായ UPI 123 പേയുടെ പരിധി ഉയർത്തുന്നതാണ് ആദ്യത്തേത്. 2025 ജനുവരി 1 മുതൽ ഉപയോക്താക്കൾക്ക് UPI വഴി പ്രതിദിനം 10,000 രൂപ വരെ പണം അയക്കാമെന്നാണ് RBI അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ പരിധി 5,000 രൂപയായിരുന്നു. ഇനി മുതൽ UPI 123 പേ ഉപയോഗിച്ച് യാതൊരു UPI ഉപയോക്താവിനും ദിവസത്തിൽ 10,000 രൂപ വരെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. എന്നാൽ ഫോൺപേ, പേടിഎം, ഗൂഗിൾ പേ പോലുള്ള സ്മാർട്ട് ഫോൺ ആപ്പുകളുടെ ഇടപാട് പരിധിയിൽ മാറ്റമില്ല. ഇവയിൽ പ്രതിദിനം 1 ലക്ഷം രൂപ വരെ UPI ഇടപാടുകൾ നടത്താം. എന്നാൽ മെഡിക്കൽ ബില്ലുകൾക്ക് ഈ പരിധി 5 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഈ വർഷം ആരംഭിച്ച UPI സർക്കിൾ ഫീച്ചർ വരും വർഷത്തിൽ ഭീമിനു പുറമെ മറ്റ് UPI പ്ലാറ്റ്ഫോമുകളിലേക്കും വ്യാപിപ്പിക്കും. പ്രത്യേക ഇടപാടുകൾ നടത്താൻ കുടുംബാംഗങ്ങളെയോ സുഹൃത്തുക്കൾക്കോ അനുമതി നൽകുന്നതാണ് സേവനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി പണം അയക്കുമ്പോൾ അക്കൗണ്ട് മാറിപ്പോകുമോ എന്ന ഭയം വേണ്ട. ഏപ്രിൽ 1 മുതൽ പുതിയ സംവിധാനം. ഇന്റർനെറ്റ് ബാങ്കിംഗ് രീതികളായ RTGS, നെഫ്റ്റ് സംവിധാനങ്ങൾ വഴി പണം അയക്കുമ്പോൾ അബദ്ധത്തിൽ അക്കൗണ്ട് മാറിപ്പോകുന്ന പ്രശ്നം ഇനിയുണ്ടാകില്ല. പണം അയക്കുന്നതിന് മുൻപ് സ്വീകർത്താവ് ആരെന്ന് പരിശോധിച്ചുറപ്പാക്കാനുള്ള സംവിധാനം ഏപ്രിൽ 1 മുൻപ് നടപ്പാക്കാൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി. ഇതിന് ചാർജ് ഈടാക്കാൻ പാടില്ല. നിലവിൽ UPI IMPS പേയ്മെന്റുകളിൽ പണമടയ്ക്കുന്നതിന് മുൻപ് സ്വീകർത്താവ് ആരെന്നറിയാൻ സംവിധാനമുണ്ട്. ഇതാണ് RTGS, നെഫ്റ്റ് എന്നീ ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത്. നിലവിൽ RTGS, നെഫ്റ്റ് ഇടപാടുകളിൽ സ്വീകർത്താവ് ആരെന്ന് പരിശോധിച്ചുറപ്പാക്കാൻ കഴിയുമായിരുന്നില്ല. അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവയിൽ തെറ്റുണ്ടായാൽ തെറ്റായ അക്കൗണ്ടുകളിലേക്ക് പണം പോകാനും സാധ്യതയുണ്ടായിരുന്നു. തട്ടിപ്പുകൾക്കിരയാകാനും സാധ്യത കൂടുതലാണ്. ഇത് തടയാൻ ലക്ഷ്യമിട്ടാണ് പുതിയ സൗകര്യം വരുന്നത്. ഓൺലൈൻ ബാങ്കിങ്ങിന് പുറമെ ശാഖകളിൽ നേരിട്ടെത്തി പണം ട്രാൻസ്ഫർ ചെയ്യുന്നവർക്കും ഈ സൗകര്യം ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വകാര്യ വിവരങ്ങൾ ചോർന്നേക്കാം. ഉടൻ അപ്ഡേറ്റ് ചെയ്യുക. ഗൂഗിൾ ക്രോം ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്രം. ഗൂഗിൾ ക്രോം ബ്രൗസറിൽ ഒന്നിലധികം സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഹാക്കർമാർ സൈബർ തട്ടിപ്പിന് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപകട സാധ്യത ഒഴിവാക്കി സുരക്ഷ ഉറപ്പാക്കാൻ ഉടൻ തന്നെ ബ്രൗസർ അപ്ഡേറ്റ് ചെയ്യാൻ ഉപയോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം മുന്നറിയിപ്പ് നൽകി. വിൻഡോസ്, മാക് എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഡെസ്ക്ടോപ്പ് പതിപ്പുകൾക്കുള്ള ഗൂഗിൾ ക്രോം ബ്രൗസർ ഉപയോഗിക്കുന്നവർക്കും ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഡെസ്ക്ടോപ്പ് പതിപ്പുകൾക്കുള്ള ഗൂഗിൾ ക്രോം ബ്രൗസർ ഉപയോഗിക്കുന്നവർക്കുമാണ് അപകട സാധ്യത. ഈ ബ്രൗസറുകൾക്കാണ് സുരക്ഷാ വീഴ്ച ഉള്ളത്. ഉയർന്ന അപകട സാധ്യതയാണ് കേന്ദ്ര വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയം മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. സുരക്ഷാ പിഴവ് കാരണം ഡെസ്ക്ടോപ്പിനായി ഈ വേർഷനുകളിലുള്ള ഗൂഗിൾ ക്രോം ബ്രൗസർ ഉപയോഗിക്കുന്ന എല്ലാ ഉപയോക്താക്കൾക്കും സെൻസിറ്റീവ് വിവരങ്ങൾ ചോരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പോക്കോ X7 സീരീസ് സ്മാർട്ട് ഫോണുകൾ ജനുവരി 9 പുറത്തിറങ്ങും. ഒട്ടേറെ സവിശേഷതകളുള്ള ഫോണുകൾ ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാകും.
പോക്കോ X7, പോക്കോ X7 Pro എന്നീ മോഡലുകൾ ഒന്നിച്ചു പുറത്തിറക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. പോക്കോ X7ന്റെ ബേസിക് മോഡൽ മീഡിയാടെക് ഡൈമെൻസിറ്റി 7300 അൾട്രാ ചിപ്സെറ്റും പ്രോ വേരിയന്റിൽ മീഡിയാടെക് ഡൈമെൻസിറ്റി 8400 അൾട്രാ SoC ചിപ്സെറ്റും ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വരാനിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ ഫ്ലിപ്കാർട്ട് വഴി ലഭ്യമാകുമെന്ന് സ്ഥിരീകരിക്കുന്നതായാണ് പോക്കോയുടെ പ്രൊമോഷണൽ പോസ്റ്റർ. വീഗൻ ലെതർ ഫിനിഷുള്ള ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനിലാണ് രണ്ട് മോഡലുകളും ലഭ്യമാവുക. മഞ്ഞയും കറുപ്പും നിറങ്ങളാണ് നൽകിയിരിക്കുന്നത്. പോക്കോ X7 മോഡൽ 3 ക്യാമറ സെൻസറുകളും ഒരു LED ഫ്ലാഷും നൽകിയിട്ടുണ്ട്. 1.5K പിക്സൽ റെസല്യൂഷൻ, 120 Hz റിഫ്രഷ് റേറ്റ്, HDR10+ പിന്തുണ, കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2, 6.67 ഇഞ്ച് OLED ഡിസ്പ്ലേ തുടങ്ങിയ ഫീച്ചറുകൾ അടിസ്ഥാന വേരിയന്റിൽ ഉണ്ടായിരിക്കും. പോക്കോ X7 Proയിൽ ബേസിക് മോഡലിന് സമാനമായ ഡിസ്പ്ലേയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ പോക്കോ X7 മോഡലിനേക്കാൾ ഉയർന്ന റിഫ്രഷ് റേറ്റും കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് സംരക്ഷണവും പോക്കോ X7 Proയ്ക്ക് ലഭിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.